ഏവർക്കും എന്നിലും ഏവരിലും കുടികൊള്ളുന്ന മഹാത്മാവിനെ സ്മരിച്ചുകൊണ്ട് നമസ്കാരം. എല്ലാവരും ഇന്നും എപ്പോഴും എന്തിനോടും ഏതിനോടും കിട്ടുന്നതിനോടും വാങ്ങുന്നതിനോടും എപ്പോഴും നന്ദിയുള്ളവരും കടപ്പാടുള്ളവരും കൂറുള്ളവരും ആയിരിക്കണം. നമ്മളേവരും മനുഷ്യകുലം നന്ദിയുള്ളവരായി വളരണം. നമ്മളെന്ത് കിട്ടിയാലും ഏത് കിട്ടിയാലും സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയും അത് എന്താണോ കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മളതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. അത് ഭക്ഷിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഭക്ഷ്യസാധനങ്ങളാണെങ്കിൽ ഭക്ഷിക്കുകയും, അതല്ല ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാക്കാനായിക്കൊണ്ടുള്ള സാധനങ്ങളാണെങ്കിൽ ധാന്യങ്ങളോ മറ്റു പലവ്യഞ്ജനങ്ങളോ ആണെങ്കിൽ അത് വാങ്ങി വയ്ക്കുകയും, അതിന് മറ്റു ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ വസ്തുക്കളോ വസ്ത്രങ്ങളോ എന്തായിക്കൊള്ളട്ടെ അത് വാങ്ങി വയ്ക്കുന്നു. പിന്നീട് അതിൻ്റെ ഉപയോഗ സമയം വരുമ്പോൾ അത് ഉപയോഗിക്കുന്നു. അങ്ങനെ പോകുന്നു കാലം. പക്ഷേ ഇതിനൊക്കെ ഒരുപാട് പ്രയത്നം നടത്തിയിട്ടുള്ള കർഷകരും എല്ലാ മേഖലയിലും എന്തെല്ലാമാണോ ഒരു മനുഷ്യന് ആവശ്യമായിട്ട് വരുന്ന നിത്യേന ഉപയോഗിക്കാവുന്ന വസ്ത്രങ്ങളായാലും ഭക്ഷണ സാധനങ്ങളായാലും മറ്റു മനുഷ്യനുപയോഗിക്കുന്ന വസ്തുക്കളായാലും അതിൻ്റെ പുറകിൽ കുറേയേറെ മനുഷ്യരുടെ കഷ്ടതകളും കഷ്ടപ്പാടുകളും ഒക്കെ നിലകൊള്ളുന്നുണ്ടെന്നറിയണം. നമ്മൾ അധ്വാനിച്ച പണം കൊണ്ടായിരിക്കാം എല്ലാം നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. എന്നാലും വാങ്ങുന്നത് പണം കൊടുത്തിട്ടായാലും നമ്മൾ ആ കിട്ടുന്ന എന്താണോ വാങ്ങുന്നത് അതിനോട് ഒരു നന്ദി പറയുന്ന ഒരവസ്ഥ വേണ്ടതാകുന്നു. അപ്രകാരം മുന്നോട്ട് പോയാൽ മനുഷ്യകുലം നന്ദിയുള്ളവരായി കിട്ടുന്നതിനോട് നന്ദിയും കൂറും നമ്മൾ സ്മരിച്ചു അവ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മളറിയാതെ നമ്മിലേക്ക് വന്നു ചേരും. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വീടായിരുന്നാലും ഹോട്ടലായിരുന്നാലും മറ്റു ജോലി ചെയ്യുന്ന ഇടങ്ങളായിരുന്നാലും കൂലിപ്പണി എടുക്കുന്നവർക്കായാലും മണ്ണിലായാലും വിണ്ണിലായാലും കുടിലിലായാലും കൊട്ടാരത്തിലായാലും എന്താണോ നമുക്ക് കഴിക്കാനായിട്ട് വരുന്നത് ആ വന്നെത്തുന്ന ഭക്ഷണത്തെ നോക്കി നമ്മൾ പറയേണ്ടതുണ്ട്. ഈ ഭക്ഷണം മുമ്പിലെത്തിച്ചിട്ടുള്ള മഹാദേവിയെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഈ ഭക്ഷണം മുമ്പിലെത്തിച്ച സന്ദർഭം മുതൽ ആരാണോ ഭക്ഷണം പാകം ചെയ്തത്, അച്ഛനാവാം, അമ്മയാവാം, സഹോദരനാവാം, സഹോദരിയാവാം, ഭാര്യയാവാം, മക്കളാവാം, അല്ലെങ്കിൽ ജോലിക്കാരിയാവാം, അല്ലെങ്കിൽ
ഹോട്ടലിലാണെങ്കിൽ ഹോട്ടലിലുള്ള ജോലിക്കാരാവാം, ആരുമായിക്കൊള്ളട്ടെ. ആരാണോ ഈ ഭക്ഷണം പാകം ചെയ്ത് ഉണ്ടാക്കി മുമ്പിലെത്തിച്ചിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളവർ വേറെ ആളുകളാവാം, അത് കൊണ്ടുവന്ന് വിൽക്കുന്നത് വേറെ ആരെങ്കിലും ആവാം. ആയവരെ എല്ലാവരെയും, ഈ ഭക്ഷണം ഉണ്ടാക്കി മുമ്പിലെത്തിച്ചിട്ടുള്ള ഏവരെയും, ഈ ഭക്ഷണം ഉണ്ടാക്കാനായിക്കൊണ്ട് ആയതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സർവ്വ ചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയതിലേക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഏവർക്കും നല്ലത് വരുത്തണം ജഗദീശ്വരി. അമ്മേ മഹാദേവി. ആയതുപോലെ തന്നെ ഈ ഭക്ഷണം പരിപൂർണമായും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ അമ്മേ മഹാദേവി. ആയതുപോലെ തന്നെ ഈ ഭക്ഷണം കൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും ദാഹവും വിശപ്പും തീരുമാറാകട്ടെ ജഗദീശ്വരി. അമ്മേ മഹാദേവി. അമ്മേ മഹാദേവി. അപ്രകാരം ഒരു നന്ദി വാക്ക് പറയുമ്പോൾ, അത് പറയുന്ന സമയം മുതൽ നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ എന്തൊന്നില്ലാത്ത തരത്തിലുള്ളൊരു ആ ഭക്ഷണത്തിനോടുള്ളൊരു കൗതുകത്തോട് നമുക്ക് കഴിക്കാനുള്ളൊരു ഉത്സാഹവും ഒരു പ്രത്യേകതയും നമുക്ക് അനുഭവമായി വരുന്നു. അപ്രകാരം തന്നെ നമുക്ക് എന്ത് കിട്ടുമ്പോഴും, പണിയെടുത്തിട്ടായാലും കൂലി കിട്ടുമ്പോഴും, എന്ത് പണിയെടുത്തായാലും ആ പണിയിൽ നിന്ന് കിട്ടുന്ന, സാധാരണ നാട്ടിലെടുക്കുന്ന പണിയാണെങ്കിലും ആ നാട്ടിലൊരു നടപ്പുള്ള കൂലി എന്ത് പണിയാണ് എടുക്കുന്നതിനനുസരിച്ചുള്ള ഒരു നിലനിൽക്കുന്നതായിട്ടുള്ളൊരു കൂലി അതിന് കണക്കാക്കിയിട്ടുണ്ടാകും. ആ കൂലി തരുമ്പോൾ ആ കൂലി തരുന്നവരെയും നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ വിശ്വസിക്കുന്ന ദേവിയാണോ, ദേവനാണോ, ശ്രീകൃഷ്ണ ഭഗവാനാണോ, ശിവഭഗവാനാണോ, ലക്ഷ്മി ദേവിയാണോ, ഓരോരോ ആളുകളിലും ഓരോരോ തരത്തിലുള്ള ഓരോരോ നാമത്തിൽ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള ആരാധന മൂർത്തിമത് ഭാവങ്ങൾ നിലകൊള്ളുന്നുണ്ടാവും. അവരെ വിളിച്ചിട്ടാവണം നമ്മൾ പറയേണ്ടത്. ഈ പണം എൻ്റെ കയ്യിലെത്തിച്ച മഹാദേവിയെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു.